അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. ദേവസ്വം ബോർഡിനാണ് മറ്റു കാര്യങ്ങളുടെയൊക്കെയും ചുമതല. അതുകൊണ്ട് തന്നെ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ? സാറ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിച്ച എന്താണ്, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചനാ യോഗം മാത്രമാണ് നടന്നതെന്നും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സമിതി മാത്രമാണ് രൂപീകരിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ സ്വാഗത സംഘത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ എല്ലാം പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഭാരവാഹികളുടെ പേരുകൾ നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനു വേണ്ടിയും ഓരോ സബ് കമ്മിറ്റികൾ പോലും എടുത്തിട്ടുണ്ട്. മന്ത്രി വാസവൻ ചെയർപേഴ്സൺ, വീണ ജോർജ് വൈസ് ചെയർപേഴ്സൺ, ജനീഷ് കുമാർ പ്രോഗ്രാം, എൻ ജയരാജ് ഫിനാൻസ്, മന്ത്രി ഗണേഷ് കുമാർ സ്പോൺസർഷിപ്പ്, പ്രമോദ് നാരായണൻ ഇൻഫ്രാസ്ട്രക്ചർ, മാത്യു ടി തോമസ് ട്രാൻസ്പോർട്ടേഷൻ, അഗസ്റ്റിൻ കുളത്തുങ്കൽ MLA തുടങ്ങിയ ഓരോ വ്യക്തികൾക്ക് ഓരോരോ ചുമതലകൾ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിനപത്രങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്നേരം ഇതൊരു പ്രാഥമികമായ കാര്യമല്ല. ഇത് മാസങ്ങൾക്ക് മുമ്പ് വളരെ തന്ത്രപൂർവമായി എടുത്തിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ദിവസം മാത്രമാണിത് മന്ത്രി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പമ്പയിൽ പന്തല് പണിയാൻ വേണ്ടി ടെൻഡർ പോലും ഇല്ലാതെ അവർക്ക് കരാർ ഉറപ്പിച്ചു എന്നുള്ളത് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് പോലും വളരെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പന്തലിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാകുമല്ലോ. ആ സബ് കമ്മിറ്റിയെ ഇന്നലെയാണ് തെരഞ്ഞെടുത്തത്. ആ സബ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പന്തലിന്റെ കാര്യങ്ങളിലുള്ള കൊട്ടേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ അവരുമായി എപ്രകാരമാണ് കരാർ ഉറപ്പിച്ചത്? ഇതൊക്കെ തന്നെ വളരെ തന്ത്രപൂർവ്വം കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് ആഗോളതലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗം തന്നെയാണ്. ഈ വിളിച്ചിരിക്കുന്ന സ്വാഗത സംഘത്തിൽ ഇന്നലെ വിളിച്ചിരിക്കുന്ന പേരിന് വേണ്ടി NSSന്റെയോ SNDPയുടെയോ ഒന്നോ രണ്ടോ പേരെ വിളിച്ചു കാണും. ബാക്കിയെല്ലാം ഉദ്യോഗസ്ഥരും ഈശ്വരനിൽ വിശ്വാസമില്ലാതെ എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള മന്ത്രിമാരും MLAമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നുള്ള തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഒരു അന്താരാഷ്ട്ര ലോബിയുണ്ട്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ വേണ്ടി, ശബരിമലയിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ കച്ചവട താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗോള വാണിജ്യ ശക്തികൾ ഈ മന്ത്രിസഭയിലെ ചില ഉദ്യോഗസ്ഥരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ടല്ലോ, കേരളത്തിലെ MLAമാരുടെയും MP മാരുടെയും പാർട്ടി നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ചില രേഖകള് ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് അതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഇതുമുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറെ കാലമായി ശബരിമലയുടെ വികസനം എന്ന രീതിയിൽ, അല്ലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ദേവസ്വം മന്ത്രിമാരുടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട് ഭരിക്കുന്ന DMK ആണ്. DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞതാ, ധർമ്മം എന്ന് പറയുന്നത്, ധാർമ്മിക ബോധം എന്ന് പറഞ്ഞൊരു വൈറസ് ആണ്, എന്ന് വെച്ചാൽ ഹിന്ദു മതം ഒരു വൈറസ് ആണ്, ഒരു വിഷ വൈറസ് ആണ് എന്ന് പറഞ്ഞ ആ മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രിയും ഈ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന കേരളത്തിലെ ദേവസ്വം മന്ത്രിയും ഒക്കെ കൂടെ ചേർന്ന ഒരു കോക്കസ് ആണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് വേണ്ടി സജീവമായി ഇടപെടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തുടർ പരമ്പരയായിട്ട് വരുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണ്? ശബരിമലയിലെ ചില വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നേതാക്കന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന വാക്ക് പോലും അവർ ഉപയോഗിച്ചിട്ടില്ല. ശ്രീ ജയചന്ദ്രൻ സാറ് പറയുകയുണ്ടായി, ആ ഭക്ത എന്ന് പറയുന്ന വാക്ക് വിട്ടുപോയതായിരിക്കും, ഞാൻ അവരോടത് പറഞ്ഞ് കറക്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആ ഭക്ത എന്ന വാക്ക് കൃത്യമായ രീതിയിൽ ഒഴിവാക്കിയത് തന്നെയാണ്. അതിന്റെ പിന്നിലും ഒരു അജണ്ടയുണ്ട്. ഭക്ത എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഈ സ്വാഗത സംഘത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവരുടെ ആ ഒരു കടമയെ പൊതുജനങ്ങൾ സമൂഹം ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെയാണ്. ആരൊക്കെയാണ് അവിടെ വരാൻ പോകുന്ന ഭക്തര്? ഇടത് നിരീക്ഷകൻ പറഞ്ഞനുസരിച്ച് ഭക്തര് വരികയാണ്. ബിന്ദു അമ്മണി വരുന്നുണ്ട്, രഹന ഫാത്തിമ വരുന്നുണ്ട്, കനകദുർഗ വരുന്നുണ്ട്. ഇവരൊക്കെയാണോ? ബിന്ദു അമ്മണി ആയിരിക്കുമോ ഈ യോഗത്തിൽ സ്വാഗതഗാനം ആലപിക്കുന്നത്? രഹന ഫാത്തിമയായിരിക്കോ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത്? യെസ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ശ്രീ എം ജയചന്ദ്രൻ, എങ്ങനെയാണ് താങ്കൾ ഇതിന് ഉത്തരം നൽകുന്നത്? കാരണം ഈ അയ്യപ്പ ഭക്ത സംഗമം, അവിടെ ഭക്തർ എന്നുള്ള പേര് ബോധപൂർവം ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താങ്കൾ പരാമർശിക്കുകയുണ്ടായി. ഇത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് ശ്രീ അനിൽ വിളയിലടക്കം സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഭക്തസംഗമമല്ല നടത്തുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിന്ദു അമ്മിണിയുടെ പേര്, രഹന ഫാത്തിമയുടെ പേര്, കനകദുർഗയുടെ പേര് പരാമർശിക്കുകയുണ്ടായി, VN വാസവൻ, വീണ ജോർജ്, ഇവരുടെ പേരുകൾ പരാമർശിക്കും
പരാമർശിക്കുകയുണ്ടായി. മതേതരത്വം കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ, അവിടെ അവർ ആതിഥ്യം വരളുന്ന ഒരു പരിപാടിയിൽ ഭക്തർക്ക് സ്ഥാനമില്ല എന്ന കാര്യം ഉറപ്പാണ്. അവിടെയാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. എങ്ങനെ കാണുന്നു? ഇന്ന് മറുപടി നൽകും. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഒരു ചോദ്യം കൂടെ അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചോളട്ടെ. അദ്ദേഹം പറയുകയുണ്ട് ദേവസ്വം ബോർഡ് നടത്തുന്നത് ആയതുകൊണ്ടാണ് മന്ത്രി അവിടെ അധ്യക്ഷനായെന്ന്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടി ആയിരുന്നെങ്കിൽ അധ്യക്ഷനാകേണ്ട ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാണ്. ആ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്ന പ്രോട്ടോകോൾ മാത്രമാണ് മന്ത്രി ചെയ്യേണ്ടത്. തീർത്തും തെറ്റായ വസ്തുതയാണ് ശ്രീ ജയചന്ദ്രൻ സാർ സൂചിപ്പിച്ചത്.